Morning. Good morning, Miss. Morning. Good morning, Miss. Morning. Morning. Direction road. സുഖമാണോ? അറിയാൻ നമുക്ക് കഴിയും ഫലത്തിന്റെ സുഖം മാമിനോ? അതെ സുഖം. Morning, Hasina. PDF കാണാമോ? എന്തൊക്കെയുണ്ട്? നാളെ വോട്ടിംഗ് അല്ലേ? ഇലക്ഷൻ അല്ലേ? വോട്ട് ചെയ്യോ നിങ്ങള്? എന്ത് 11-ാം തീയതി? ആര്യയുടെ നാട് എവിടെയാ അപ്പൊ? ഏത് ഡിസ്ട്രിക്റ്റാ? കണ്ണൂർ. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും? വീക്കെൻഡൊക്കെ എങ്ങനെ ഉണ്ടായി? മോർണിംഗ്. നമ്മുടെ ക്ലാസ്സിലൊരു ആൺകുട്ടി ഉണ്ടായിരുന്നില്ല, ഗിരീഷ്. ക്ലാസ്സിൽ കയറാറില്ല ആള്. കാണാറില്ല അല്ലെ? നമ്മള് എന്തോ ആർമി ഓഫീസറാന്നല്ലേ പറഞ്ഞ ആള്? കഴിഞ്ഞ ആഴ്ച ഒന്നും ഞാൻ കണ്ടില്ല. നിങ്ങൾ കാണാറുണ്ടോന്ന് ചോദിച്ചാൽ വേറെ ക്ലാസ്സിലുണ്ട്. ഒരു ആൺകുട്ടി മാത്രമേ ഉള്ളൂ നമ്മുടെ ക്ലാസ്സില്. വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആണോ? പേരെന്താണ്? ഇല്ല. ക്ലാസ്സിലുണ്ടോ അഭിരാം?
നാളെ ക്ലാസ് ഉണ്ടാവാൻ വഴിയില്ല കേട്ടോ, ഇലക്ഷൻ ആയതുകൊണ്ടാ. അറിയില്ല, ഇൻഫർമേഷൻ പറഞ്ഞിരുന്നു നിങ്ങളോട്. ഉണ്ടാവില്ല, ഞങ്ങൾ നാളെ ഇവിടുന്ന് ട്രിപ്പ് പോവാണ്. ടീച്ചേഴ്സ് മാത്രം കേട്ടോ. മോർണിംഗ് ആദ്യം എവിടെയൊന്നുമില്ല, എവിടെയെങ്കിലൊക്കെ വോട്ട് ചെയ്തിട്ട് പോകും. വോട്ട് രാവിലെ ചെയ്തിട്ട് പോകും. സ്മാർട്ട് സ്ട്രീ ഫുള്ളല്ല കേട്ടോ, സ്മാർട്ട് സ്ട്രീ ഫുള്ള് ഫാമിലി നമ്മൾ പോവാറുണ്ട്. അത് ജാനുവരി ഒക്കെ ആയിരിക്കും. ഞങ്ങൾ ടീച്ചേഴ്സ് മാത്രം. മോർണിംഗ് ആർക്കാണോ വോട്ട് ചെയ്യണേണോ? പറയാൻ പാടില്ലടോ. റിട്ടേൺ രാത്രിയോ തിരിച്ചു വരുമ്പോ. ആക്ച്വലി വോട്ട് ചെയ്യുന്നില്ലേ? മൺഡേ ട്രിപ്പ് ആണോ? മൺഡേ ട്രിപ്പ് ഞങ്ങൾ കുറെ നാളുകൊണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, മോർണിംഗ് ടു ഓൾ. നമ്മൾ ആ സ്കില്ലേക്ക് വേസ്റ്റ് അവിടെ വരെ എടുത്തോ. മോർണിംഗ് പ്രിയ. ഓക്കെ, കാർപ്പ് സ്കില്ലേക്ക് വരെ എടുക്കണം അല്ലേ? ഇനി കെമിക്കൽ തുടങ്ങി എടുക്കണം. Chemical spillage waste management. Good morning to all. Good morning to all. First step എന്താണ് chemical spillage waste ന്റെ? Evaluate stream zone like minor or major spill. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ രാസവസ്തുക്കളുമായി ബന്ധപ്പെട്ട് വരുന്ന സ്പില്ലേജ് വേസ്റ്റ് നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അത് ആദ്യം നമ്മൾ മൈനർ ആണോ മേജർ സ്പിൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. എന്താണ് മൈനറോ മേജർ എന്ന് പറയുന്നത്? ചെറുതാണോ വലുതാണോ എന്ന്. വലിയ കെമിക്കൽ സ്പില്ലേജ് ആണോ ചെറിയ കെമിക്കൽ സ്പില്ലേജ് ആണോ എന്ന് ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം? എവിക്ട് ദ ഏരിയ, ഏരിയ നമ്മൾ ഒഴിപ്പിക്കുക. The spill is important. Evict the area and call emergency service. ഇവിടെ ഉടനെ തന്നെ വലിയ സ്പില്ലാണെങ്കിൽ എന്താണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പില്ലാണെങ്കിൽ ആ ഏരിയ ഉടനെ തന്നെ മാറ്റിയതിന് ആ പ്രദേശം ഒഴിപ്പിച്ചതിന് ശേഷം എമർജൻസി സർവീസസിൽ ഇവരെ അറിയിക്കുക. നെക്സ്റ്റ്, പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. പേഴ്സണൽ ഷുഡ് യൂസ് പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. 83 chemical spillage waste management. ഇങ്ങനെ കാണാൻ പറ്റുന്നോ? യെസ്, ഓക്കെ. കാണുന്നില്ല ശ്രുതിക്ക്? എന്താണോ കാണാൻ പറ്റുന്നത്? ആർക്കും കാണാൻ പറ്റുന്നില്ലേ? എന്നൊക്കെ കാണാൻ പറ്റുന്നില്ലേ? ക്യാമറ ഓൺ ആണല്ലോ. നിങ്ങൾക്ക് നെറ്റ് സ്ലോ ആയതുകൊണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, തേർഡ് സ്റ്റെപ്പ് എന്താണ്? വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് അല്ലെ, പേഴ്സണൽ എക്യുപ്മെന്റ്സ് ധരിക്കുക. എന്തൊക്കെയാണ്? ഗ്ലൗസ്, ഗോഗിൾസ് ആൻഡ് റെസ്പിറേറ്റേഴ്സ് ബിഫോർ ഗോയിങ് ടു സ്പീക്ക് ടു അവോയ്ഡ് കണക്ഷൻ വിത്ത് കെമിക്കൽ ആൻഡ് which container is used for sharp objects. നമ്മൾ പറഞ്ഞല്ലോ പഞ്ച് റെസിസ്റ്റന്റ് കണ്ടെയ്നേഴ്സ് ആണെന്ന്. ഷാർപ്പ് ഒബ്ജക്ട്സിൽ എവിടെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്? പറഞ്ഞല്ലേ പഞ്ച റെസിസ്റ്റന്റ് കണ്ടെയ്നറിലാണെന്ന്.
അതില് മോക്ക് ടെസ്റ്റ് ചിലപ്പോ അതിൽ ടെക്നിക്കലി ഇറവായിരിക്കും കേട്ടോ. ഞാൻ നോക്കിയേക്കാം കേട്ടോ. ഓക്കെ ഓക്കെ ശരി. അപ്പൊ PPE നിർബന്ധമായിട്ടും ധരിക്കണം. ഏതൊക്കെ PPEs ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്? ഗ്ലൗസ്, ഗോഗിൾസ് ആൻഡ് റെസ്പിറേറ്റേഴ്സ് before going to the skill and about connection with the chemical and about inhalation of chemical smoke. ആ കെമിക്കൽ സ്പില്ലേജ് ആണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു കെമിക്കൽ സ്മോക്ക് ഒന്നും നമ്മുടെ അകത്തേക്ക്, അതായത് നമ്മൾ ഇൻഹേലർ എടുക്കാതിരിക്കാൻ വേണ്ടി റെസ്പിറേറ്റേഴ്സും ഗൂഗിൾസും മാസ്ക് ഒക്കെ ധരിച്ചിട്ട് വേണം നമ്മൾ ഇതുമായിട്ട് സമ്പർക്കം വരാനായിട്ട്. ഓക്കെ. കണ്ടെയ്ൻ ദ സ്പിൽ. അടുത്ത സ്റ്റെപ്പ് എന്താണ്? സ്പില്ല് നമ്മൾ കണ്ടെയ്ൻ ചെയ്യുക. എന്തുപയോഗിച്ചിട്ടാണ് കണ്ടെയ്ൻ ചെയ്യേണ്ടത്? യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽസ് such as absorbent pads to contain the spill and prevent it from spreading. Place the materials in a labeled dangerous waste bag of the container for discarding. നമ്മൾ അബ്സോർബന്റ് മെറ്റീരിയൽസ്, അബ്സോർബന്റ് പാഡുകൾ ഉപയോഗിച്ചുകൊണ്ട് കെമിക്കൽ സ്പിൽ എന്ത് ചെയ്യണം? സ്പ്രെഡ് ആവാത്ത വിധത്തിൽ നമ്മളതിനെ അബ്സോർബ് ചെയ്തെടുക്കുക. ദെൻ ആ മെറ്റീരിയൽസ് എന്ത് ചെയ്യണം? ലേബൽ ചെയ്തിരിക്കുന്ന ഡേഞ്ചറസ് വേസ്റ്റ് ബാഗിലേക്കോ കണ്ടെയ്നറിലേക്കോ നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. ഓക്കെ. അടുത്ത സ്റ്റെപ്പ് എന്താ? കണ്ടെയ്ൻ ചെയ്തതിനു ശേഷം നമ്മൾ ആ സ്പില്ലേജ്, ആ പ്രദേശം എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം അല്ലെ. ക്ലീൻ അപ്പ് ദ സ്പിൽ. യൂസ് suitable spill kits or stick to the manufacturer's directive for the exact use of absorbent materials to clean up the spill. Be cautious not spread the chemical at the time of cleaning up. Cleaning up എന്നാണ്. യെസ്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്പിൽ കിറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് മാനുഫാക്ചേഴ്സിന്റെ ഡയറക്ഷൻസ് ഒക്കെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ആ സ്പിൽ ചെയ്ത് ക്ലീൻ ചെയ്യുക, അത് ക്ലീൻ അപ്പ് ചെയ്യുക. ഒരിക്കലും കെമിക്കൽ സ്പ്രെഡ് ആവാത്ത രീതിയിലായിരിക്കണം ക്ലീൻ ചെയ്ത് മാറ്റേണ്ടത്. ഈ ക്ലീൻ ചെയ്ത മെറ്റീരിയൽസ് നമുക്ക് ഡിസ്പോസ് ചെയ്യണം. എവിടെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? All materials that are coming in contact with the chemical should be thrown away as dangerous waste into labeled bags or containers. അപ്പൊ ഇത് ഡിസ്പോസ് ചെയ്യേണ്ടത് നമ്മൾ ഏതെങ്കിലും ഡേഞ്ചറസ് വേസ്റ്റ് ബാഗിലോ അത് ലേബിൾ ചെയ്തിരുന്ന ബാഗിലോട്ടായിരിക്കണം നമ്മൾ ഇതിനെ ഡിസ്പോസ് ചെയ്യേണ്ടത്. മാത്രമല്ല എല്ലാത്തരം ടോപ്പ് സ്റ്റേറ്റ് ഫെഡറൽ റെഗുലേഷൻസ് എല്ലാം തന്നെ പാലിച്ചിട്ട് മാത്രമായിരിക്കണം നമ്മൾ ആ വേസ്റ്റ്, പ്രത്യേകിച്ച് ഡേഞ്ചറസ് വേസ്റ്റ്സുകൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ. Then report the spill. Spill should be reported to the concerned staff for documentation and investigation. ഇനി ഈ സ്പില്ലേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൺസേൺ സ്റ്റാഫിന് അല്ലെ, അതായത് ഇൻവെസ്റ്റിഗേഷൻ പർപ്പസസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൺസേൺ ആയിട്ടുള്ള സ്റ്റാഫിന് നമ്മൾ അത് എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ഇത്രയുള്ള എന്താ? കെമിക്കൽ സ്പിൽ വേസ്റ്റ് മാനേജ്മെന്റ്. ഫസ്റ്റ് വൺ എന്താണ്? അത് മൈനർ ആണോ മേജർ ആണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ആ ഏരിയ ഒഴിപ്പിച്ചതിന് ശേഷം എമർജൻസി സർവീസസിൽ അറിയിക്കുക. നിർബന്ധമായിട്ട് PPE ധരിച്ചിട്ടായിരിക്കണം നമ്മൾ അത് ആ ഒരു കെമിക്കൽ സ്പില്ലേജുമായിട്ട് സമ്പർക്കം വരേണ്ടത്. പിന്നെ സ്പിൽ എന്താണ്? അബ്സോർബന്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് കണ്ടെയ്ൻ ചെയ്യുക. ആ ഒരു പ്ലേസ് എന്ത് ചെയ്യണം? നമ്മൾ അബ്സോർബന്റ് കിറ്റ്സുകൾ ഉപയോഗിച്ച്, സ്പിൽ കിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ അപ്പ് ചെയ്യുക. ഈ ക്ലീൻ അപ്പ് ചെയ്തിരിക്കുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ഡേഞ്ചറസ് വേസ്റ്റ് ബാഗിലേക്കോ ലേബിൾഡ് ബാഗിലേക്കോ നമ്മൾ ഡിസ്കാർഡ് ചെയ്യുക. എല്ലാ സ്റ്റേറ്റ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ട് മാത്രമായിരിക്കണം ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ലാസ്റ്റ് വൺ എന്താണ്? അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട്സുകൾ സമർപ്പിക്കുക. ഓക്കെ. ക്ലിയർ ആണോ? യെസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഒരു ഫ്ലോ ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ? കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ നമ്മൾ പറഞ്ഞില്ല ആദ്യം, ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇതിന്റെ മൈനർ ഓർ മേജർ എന്ന് പറഞ്ഞു. ഇത് വലുതാണോ ചെറുതാണോ? അപ്പൊ വലുതാണെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയർ ചെയ്യണം, ചെറുതാണെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയർ ചെയ്യണം എന്നാണ് ഇനി നോക്കുന്നത് കേട്ടോ. ഓക്കെ. എല്ലാവരും ടെക്സ്റ്റില് ഈ ഒരു പിക്ചർ ഉണ്ടല്ലോ, ഒരു ഫ്ലോ ചാർട്ട് ഇല്ലേ? നോക്കി. ഫസ്റ്റ് വൺ കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജർ. ചെക്ക് മേജർ ഓർ മൈനർ സ്പില്ലേജ്. ഇനി ഇവിടെ ശ്രദ്ധിക്കാം, മൈനർ ആണെങ്കിൽ മൈനർ എന്താണ്? മൈനർ എന്താ? ചെറുത് അല്ലെ. കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ചെറുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു വ്യത്യാസമാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയേ പിള്ളേരെ. ചെറുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നോട്ടിഫൈ അതേഴ്സ് ആണ് ഇപ്പുറത്ത് വരേണ്ടത്. ടെക്സ്റ്റിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്.
മേജറിന്റെ അവിടെയാണ് അതർ ഇമ്മീഡിയറ്റിനും സേഫ്റ്റി ഓഫീസറിനും ഇവരെ അറിയിക്കാനുള്ളത്. ഇവിടെ താഴെ വരേണ്ടതാണ് കേട്ടോ. ഇങ്ങോട്ടും മാറി കിടക്കണം, മനസ്സിലായോ? മൈനറിന്റെ താഴെ നോട്ടിഫൈ അതേഴ്സ് ആണ് വരേണ്ടത്. ടെക്സ്റ്റിൽ കറക്റ്റ് ആണോ? PDF നോക്കുമ്പോ കറക്റ്റ് അല്ല, കണ്ടോ? ഓക്കെ, ചെറുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതാ മറ്റുള്ളവരെ അറിയിക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? അതിനുശേഷം ഐസൊലേറ്റ് ഏരിയ PP. ആ ഏരിയ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ അത് ഒഴിപ്പിച്ചതിന് ശേഷം എന്താ, ആ ഒരു ഏരിയ ഒറ്റപ്പെട്ട രീതിയിൽ മാറ്റിയെടുത്തതിന് ശേഷം അവിടെ PP ധരിക്കുക. പിന്നെ PP ധരിച്ചതിന് ശേഷം എന്താണ്, ആ സ്പിരിറ്റ്സ് നമ്മൾ അബ്സോർബന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അബ്സോർബന്റ് പാഡ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? നീക്കം ചെയ്യുക. നീക്കം ചെയ്തതിനു ശേഷം എന്താണ്, ഡിസ്കാർഡ് അക്കോർഡിംഗ് ടു റൂൾസ്. നമ്മൾ നേരത്തെ റൂൾസ് പറഞ്ഞില്ലേ, സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ ലോസ്. ആ റൂൾസുകൾ അനുസരിച്ച് അത് ഡിസ്കാർഡ് ചെയ്യുക. പിന്നെ എന്താണ്, ഡീകണ്ടാമിനേറ്റഡ് ആൻഡ് ക്ലീൻ ഏരിയ. ആ ഏരിയ എന്ത് ചെയ്യണം? അണുവിമുക്തമാക്കുക. ആ ഏരിയ അണുവിമുക്തമാക്കിക്കൊണ്ട് നമ്മൾ അത് എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യുക. പിന്നെ എന്താണ്, റേസ് ഇൻസിഡന്റ് ഫോംസ്. ഇതെന്താണ് ലാസ്റ്റ് ഒരു പോയിന്റ്? നമ്മൾ എല്ലാ സ്പില്ലേജ് വേസ്റ്റിന്റെ താഴെ ഒരു പോയിന്റ് പഠിച്ചില്ലേ? ഏറ്റവും താഴെയായിട്ടൊരു സ്റ്റെപ്പ്. റിപ്പോർട്ട് സമർപ്പിക്കുക അല്ലെ? റേസ് ഇൻസിഡന്റ് ഫോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതുതരം സ്പില്ലേജ് ആണോ ആ ഇൻസിഡന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട്സ്. അതിന് വേണമെങ്കിൽ ഒന്ന് ബ്രാക്കറ്റിൽ എഴുതിട്ടോട്ടോ, അത് റിപ്പോർട്ട്സ് ആണ് കേട്ടോ. ഓക്കെ, നമ്മൾ പറഞ്ഞത് മൈനർ ആയിട്ടുള്ള സ്പില്ലേജുകളാണെങ്കിൽ അല്ലെ, മൈനർ സ്പില്ലേജ് ആണെങ്കിൽ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് ആണ്. ഇനി മേജർ ആണെങ്കിലോ, വലിയ സ്പില്ലേജ് വേസ്റ്റ് ആണെങ്കിലോ, ഇമ്മീഡിയറ്റ്ലി കംപ്രസിംഗ് ഓഫ് സേഫ്റ്റി ഓഫീസേഴ്സ്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സേഫ്റ്റി ഓഫീസേഴ്സിനെ വിവരം അറിയിക്കുക. ഓക്കെ, then evict the area, ഏരിയ ഒഴിപ്പിക്കുക. then prevent others from entering the area. മറ്റുള്ളവരൊന്നും തന്നെ എന്താണ് നമ്മൾ ആ ഒരു പ്രദേശത്തേക്ക് കയറ്റി വിടരുത്. അതെന്താണ്? പ്രിവെന്റ് ചെയ്തിരിക്കണം. ഓക്കെ, ആരെയും പ്രവേശിപ്പിക്കാനായിട്ട് അനുവദിക്കരുത്. ലാസ്റ്റ് വൺ എന്താണ്? വാച്ച് ഫോർ ഫയർ inflammable chemicals and manage properly. കെമിക്കൽ സ്പില്ലേജ് ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും മെറ്റീരിയൽസിൽ നിന്നും ചിലപ്പോൾ തീപിടുത്തം ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ട് അല്ലെ? അപ്പൊ അത്തരം സിറ്റുവേഷൻ എന്തെങ്കിലും എന്താണ്, ശരിയായി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ആ ഒരു ഏരിയ കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെ, കെമിക്കൽ സ്പില്ലേജ് ആയതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ ഫയർ ഉണ്ടാകാനായിട്ടുള്ള കാരണമായേക്കാം. അപ്പൊ അത് വളരെയധികം പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിത് മാനേജ് ചെയ്യാനായിട്ട്. ഓക്കെ, യെസ്. മൈനർ ആണെങ്കിലും മേജർ ആണെങ്കിലും എന്താണ്, എന്തുണ്ടായിരിക്കും? റേസ് ഇൻസിഡന്റ് ഫോംസ് ഉണ്ട് കേട്ടോ, അറിയാലോ. അവിടെ ഒന്ന് വേണമെങ്കിൽ താഴെ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് റിപ്പോർട്ട് ഒന്ന് വേണമെങ്കിൽ എഴുതി വെച്ചോളൂ, അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് എഴുതി വെച്ചോളൂ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ എല്ലാവരും? കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് മനസ്സിലായോ? മനസ്സിലാവാത്തവരുണ്ടോ? മനസ്സിലായോ പിള്ളേരെ? എന്താണ് റെസ്പോണ്ട് ചെയ്യാത്തെ? ഓക്കെ, നെക്സ്റ്റ് അടുത്ത ടൈപ്പ് ഏതാണ്? റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ബ്രീഫ് ആയിട്ട് ഒന്നുകൂടി പറയണോ? ഏതാണ്? ഈ ഫ്ലോ ചാർട്ട് ആണോ? ഫ്ലോ ചാർട്ട് ആണോ? ഇവിടെ നേരത്തെ പഠിച്ച കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടി വേറെ രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഇതില് കേട്ടോ. ഓക്കെ, ഒന്നുകൂടി പറയാം. കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യാം? ഫസ്റ്റ് അതെന്താ ചെയ്യേണ്ടത്? അതാദ്യം മൈനർ ആണോ മേജർ ആണോ എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. മൈനർ ആണെങ്കിൽ, ചെറുതാണെങ്കിൽ എന്താണ്,
നിർബന്ധമായിട്ട് നമ്മൾ മറ്റുള്ളവരെ അറിയിക്കും. അതിനുശേഷം എന്താണ് ആ ഏരിയ നമ്മൾ ഒഴിപ്പിക്കും, PPE ധരിക്കുന്നു. പിന്നെന്താണ് ആവശ്യത്തിനുള്ള അബ്സോർബന്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമ്മൾ ആ ഏരിയ നീക്കം ചെയ്യുന്നു. നീക്കം ചെയ്തതിനു ശേഷം അതായത് അവിടുത്തെ മെറ്റീരിയൽസ് നീക്കം ചെയ്യുന്ന അബ്സോർബന്റ് പാഡ്സ് ഉപയോഗിച്ചിട്ട്. പിന്നെ ഇത് ഡിസ്കാർഡ് ചെയ്യണത് എന്താണ്, നമ്മുടെ സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ ലോസ് അനുസരിച്ച് മാത്രമാണ് നമ്മൾ വേസ്റ്റുകൾ ഡിസ്കാർഡ് ചെയ്യുന്നത്. പിന്നെന്താണ് ആ ഏരിയ നമ്മൾ ഡീകണ്ടാമിനേറ്റ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നു. പിന്നെന്താണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട്സുകൾ കൺസേൺ ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് നമ്മൾ സമർപ്പിക്കുന്നു. ഇത് മൈനർ ആണെങ്കിൽ, ചെറിയ സ്പില്ലേജ് ആണെങ്കിൽ. സെയിം ഇനി മേജർ വലിയ കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ആണെങ്കിലോ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ സേഫ്റ്റി ഓഫീസറിനെ അറിയിക്കും. ആ ഏരിയ എത്രയും പെട്ടെന്ന് നമ്മൾ എഡിറ്റ് ചെയ്യും, ഒഴിപ്പിക്കുന്നു. പിന്നെന്താണ് മറ്റുള്ളവരൊന്നും തന്നെ നമ്മൾ അതിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല, എല്ലാവരും എന്താണ് പ്രിവെന്റ് ചെയ്യും. ഇനി ആ ഒരു സമയത്ത് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള മെറ്റീരിയൽസ് ഒന്നും തീപിടുത്തം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത്തരം മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന പ്രോപ്പർ ആയിട്ട് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എന്താണ് അവിടെ ഒരു വലിയ തീപിടുത്തത്തിന്റെ സാധ്യത അവിടെ ഉണ്ടാവും. ഓക്കെ, അത്രേ ഉള്ളൂല്ലോ. എളുപ്പമല്ലേ അത്? മനസ്സിലായോ? ചോദിച്ച അവർക്ക് മനസ്സിലായോ? യെസ്. നെക്സ്റ്റ് നമ്മൾ റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യുന്നത്? റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് ക്യാൻ ബി ഡേഞ്ചറസ് ടു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റ്. Steps to be taken for managing radioactive spillage waste. നമുക്കറിയാം റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് മനുഷ്യനും പ്രകൃതിക്കും ഒരേപോലെ തന്നെ എന്താണ് അപകടകരമായിട്ടുള്ള വസ്തുക്കൾ തന്നെയാണ് അല്ലെ. അപ്പൊ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വേസ്റ്റസ് നമ്മൾ പ്രോപ്പർ ആയിട്ട് നീക്കം ചെയ്തില്ലെങ്കിൽ എന്താണ് പല പല രീതിയിലുള്ള റിസ്കുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പൊ അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇവാക്യുവേറ്റ് ദ ഏരിയ. ഇഫ് ദ സ്പിൽ ഈസ് നോട്ടബിൾ, evacuate the area and call emergency services. നമ്മൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? ഈ ഒരു ഏരിയ ഒഴിപ്പിക്കുക. ഇനി എന്താണ് അത് സ്പില്ല് കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പില്ല് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഏരിയയുമായി ബന്ധപ്പെട്ട എമർജൻസി സർവീസസിൽ നമ്മൾ അത് വിളിച്ചു പറയേണ്ടതാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്തുപയോഗിക്കണം? PPE ധരിക്കാം, പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. Personnel should use apt personal protective equipment such as gloves, goggles, and respirators before going to the spill to avoid connection with radioactive materials. Radioactive materials നമുക്ക് സമ്പർക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? PPE ഉപയോഗിക്കുന്നത്. ഓക്കെ, യെസ്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? കണ്ടെയ്ൻ ദ സ്പിൽ. സ്പില്ല് കണ്ടെയ്ൻ ചെയ്യുക. എന്തുപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ടെയ്ൻ ചെയ്യുന്നത്? അബ്സോർബന്റ് മെറ്റീരിയൽസ്. എന്തൊക്കെയാണ് ഇവിടെ എന്തായിരിക്കും ഉപയോഗിക്കുന്നത്? റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് നമ്മൾ നീക്കം ചെയ്യാനായിട്ട് യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽസ്. സാൻഡ് ഓർ അബ്സോർബന്റ് പാഡ്സ്. എന്താണ് സാൻഡ്? മണ്ണ് അല്ലേ? യെസ്, മണലാണ് അല്ലെ? മണലാണ്. അതായത് ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിനെ കുറച്ചും കൂടി അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് എന്താണ് സാൻഡ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ചില പർപ്പസസിന് വേണ്ടിയിട്ട്. ഒന്നില്ലെങ്കിൽ അബ്സോർബന്റ് ആയിട്ടുള്ള പാഴ്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സാൻഡ് ഉപയോഗിക്കുന്നത്. ദെൻ അത് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് സ്പ്രെഡ് ആവാത്ത രീതിയിൽ ആ മെറ്റീരിയൽസ് നമ്മൾ കണ്ടെയ്ൻ ചെയ്തെടുക്കുന്നു. ദെൻ പുട്ട് ദ മെറ്റീരിയൽ ഇൻ ലേബിൾഡ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബാഗ് ആൻഡ് ഡിസ്കാർഡ് ഡിസ്പോസൽ. ഇനി ഈ മെറ്റീരിയൽ നമ്മൾ ഏത് ബാഗിലേക്കാണ് മാറ്റുന്നത്? ഏത് ബാഗിലേക്കാണ് മാറ്റുന്നത് ഈ വേസ്റ്റ് മെറ്റീരിയൽസ്? റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബാഗ്. അണ്ടർലൈൻ ചെയ്യാട്ടോ. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബാഗിലേക്കാണ് ഡിസ്കാർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റില് വേസ്റ്റ്സ് എവിടെയാണ് നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്നത്? റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബാഗിലേക്കാണ്. ക്ലീൻ അപ്പ് ദ സ്പിൽ. നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു പ്രദേശം ക്ലീൻ ചെയ്യുക. യൂസ് സൂട്ടബിൾ സ്പിൽ കിറ്റ്സ് ഓർ അതർ ടു ദ മാനുഫാക്ചേഴ്സ് ഡയറക്ട്ലി ഫോർ ദ പ്രോപ്പർ യൂസ് ഓഫ് അബ്സോർബന്റ് മെറ്റീരിയൽ ടു ക്ലീൻ അപ്പ് ദ സ്പിൽ. Cautious not to spread the radioactive material during cleanup. അപ്പോൾ നമ്മൾ എന്താണ് സൂട്ടബിൾ ആയിട്ടുള്ള സ്പിൽ കിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് മാനുഫാക്ചേഴ്സ് ഡയറക്ഷൻസ് ഒക്കെ മനസ്സിലാക്കിയതിനു ശേഷം എന്താണ് ആ ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യുക. ഒരിക്കലും റേഡിയോആക്റ്റീവ് മെറ്റീരിയൽസ് സ്പ്രെഡ് ആവാത്ത രീതിയിൽ വളരെയധികം ജാഗ്രത പുലർത്തിയിട്ട് വേണം നമ്മൾ അത് ക്ലീൻ ചെയ്തെടുക്കാൻ. ഇനി ക്ലീൻ ചെയ്തതിനു ശേഷം ആ മെറ്റീരിയൽസ് നമ്മൾ എവിടെ ഡിസ്പോസ് ചെയ്യണം?
All materials that come into contact with a radioactive material should be discarded radioactive waste in labeled bags or containers. ഡിസ്പോസ് ചെയ്യുന്നത് എവിടെയാണ്? റേഡിയോ ആക്റ്റീവ് ബാഗിലോ അല്ലെങ്കിൽ ലേബിൾഡ് ചെയ്തിരിക്കുന്ന ബാഗ്സിലേക്കോ നമ്മൾ ഈ ബാക്കിയുള്ള മെറ്റീരിയൽസ് എന്ത് ചെയ്യണം? ഡിസ്പോസ് ചെയ്യുക. ഏത് നിർദ്ദേശപ്രകാരമാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? ലോക്കൽ, സ്റ്റേറ്റ്, ഫെഡറൽ റെഗുലേഷൻ ഫോർ ദ ഡിസ്പോസ് ഓഫ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബാഗ്. ഓക്കെ, ഇതാണ് ലോക്കൽ ആൻഡ് സ്റ്റേറ്റ് ഫെഡറൽ റെഗുലേഷൻസ് അനുസരിച്ച് മാത്രമായിരിക്കണം നമ്മൾ ഈ വേസ്റ്റ്സുകൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ലാസ്റ്റ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട്സുകൾ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സുകൾ സമർപ്പിക്കുക. Okay, it should be intimated to the concerned staff for documentation and investigation. Okay. മനസ്സിലായോ? റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് സ്റ്റെപ്പുകളൊക്കെ ഒന്ന് തന്നെയല്ലേ? വേസ്റ്റ് ഇടുന്ന ബാഗുകൾ മാത്രം ചില പേരുകളും സൊല്യൂഷനിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ കേട്ടോ. റേഡിയോആക്റ്റീവ് കഴിഞ്ഞാൽ അടുത്ത ടൈപ്പ് ഓഫ് സ്പില്ലേജ് ഏതാണ്? സ്പില്ല് ലബോറട്ടറി ഏരിയ, മൈക്രോബയൽ കൾച്ചേഴ്സ്. സ്പില്ല് ലബോറട്ടറി ഏരിയ, ലബോറട്ടറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് മൈക്രോബയൽ കൾച്ചേഴ്സ് എന്ന് പറയുന്നത്? മൈക്രോബയൽ കൾച്ചേഴ്സ് നമ്മൾ ലബോറട്ടറി പർപ്പസസിൽ എന്തെങ്കിലും വേണ്ടിയിട്ട് സൂക്ഷ്മജീവികൾ ഉപയോഗിക്കാറുണ്ടോ? യെസ്, ഓർഗാനിസത്തിന് ഉപയോഗിക്കാറുണ്ട് അല്ലെ? അതായത് നിയന്ത്രിത സാഹചര്യങ്ങളിൽ ലബോറട്ടറിയിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് എന്തെങ്കിലും പ്രോസസ്സുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ പഠിക്കാനും രോഗം നിർണ്ണയിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലും അവിടെ നിന്ന് എന്താണ് ഉപയോഗിക്കുന്നത് മൂലം അവിടെ സ്കിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ അതിന്റെ സ്റ്റെപ്പുകൾ എങ്ങനെയാണ്? യൂസ് PPE. ഇവിടെ ഏത് തരം PPE ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ലബോറട്ടറി ഏരിയയില് ലാബ് കോട്ട്, കെമിക്കൽ റെസിസ്റ്റന്റ് ഗ്ലൗസ്, സേഫ്റ്റി ഗ്ലാസസ് ആൻഡ് മാസ്ക്. ഓക്കെ, ഇവിടെ പ്രത്യേകത ലാബ് കോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ലാബ് കോട്ട് മാത്രമേ ശ്രദ്ധിക്കേണ്ടേ ഉള്ളൂ. ബാക്കി എല്ലാ മെറ്റീരിയൽസ് മറ്റ് PPE എല്ലാം ഒരേപോലെ തന്നെയാണ്. മാസ്ക് ആണ് കേട്ടോ, മാസ്കല്ല മാസ്ക് ആണ്. ഇത് ക്ലിയർ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റിലൊന്ന് ക്ലിയർ ചെയ്താൽ മതി. യൂസ് PPE, ലാബ് കോട്ട്, കെമിക്കൽ റെസിസ്റ്റന്റ് ഗ്ലൗസ്, സേഫ്റ്റി ഗ്ലാസസ് ആൻഡ് മാസ്ക്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നോട്ടിഫൈ ഓൾ പേഴ്സൺസ് ഇൻ ഇമ്മീഡിയറ്റ് ഏരിയ ആൻഡ് ബക്കറ്റ് ഏരിയ. നോട്ടിഫൈ ഓൾ പേഴ്സൺസ് ഇൻ ഇമ്മീഡിയറ്റ് ഏരിയ ആൻഡ് ബക്കറ്റ് ഏരിയ. എന്ത് ചെയ്യണം നമ്മള്? ഉടനടി തന്നെ എന്താ ചെയ്യേണ്ടത്? എല്ലാ പേഴ്സൺസിനും എല്ലാ സ്റ്റാഫുകളും വിവരം അറിയിച്ചതിന് ശേഷം ആ ഏരിയയിൽ നിന്ന് അവരെ നമ്മൾ വെക്കേറ്റ് ചെയ്യിപ്പിക്കുക. അടുത്ത സ്റ്റെപ്പ് എന്താണ്? കവർ ദ സ്പിൽ വിത്ത് അബ്സോർബന്റ് മെറ്റീരിയൽ ഡ്രെഞ്ച്ഡ് ഇൻ ദ റൈറ്റ് ഡിസിൻഫിക്കന്റ്. കവർ ദ സ്പിൽ. അടുത്ത സ്റ്റെപ്പ് നോക്കൂ, എല്ലാവരും അറിയിച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണ്? കവർ ദ സ്പിൽ വിത്ത് അബ്സോർബന്റ് മെറ്റീരിയൽ ഡ്രെഞ്ച്ഡ് ഇൻ റൈറ്റ് ഡിസിൻഫിക്കന്റ്. Hypochlorite solution with the concentration of 1.0% available chlorine or 80% ethanol. ഓക്കെ, ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് ഇതിനെ നീക്കം ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസിൻഫെക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൽ തന്നെ അബ്സോർബന്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അത് എന്ത് ചെയ്യണം? അതായത് അണുനാശിനിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒന്ന് മിനിറ്റ് കേട്ടോ, ഒന്ന് വായിച്ചു നോക്കണേ. പോരാ.
നോക്കിയേ. സ്പില്ല് നമ്മൾ എന്ത് ചെയ്യണം? ഡ്രെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് ഡ്രെയിനിങ്? ലബോറട്ടറീസിൽ മെറ്റീരിയൽസ് നമ്മൾ നനച്ചു വെക്കണം. എന്തുപയോഗിച്ച്? ഡ്രെയിൻ ചെയ്യാന്ന് വെച്ചാൽ നനയ്ക്കുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അതായത് ഏതെങ്കിലും കറക്റ്റ് റൈറ്റ് ഒരു ഡിസിൻഫെക്ടന്റ് ഉപയോഗിച്ചാണ്, ഒരു അണുനാശിനി ഉപയോഗിച്ചുകൊണ്ട് ആഗിരണം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് എന്ത് ചെയ്യണം? നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെക്കുക. ഇവിടെ ഏത് തരം ഡിസിൻഫെക്ടന്റ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ആണ് അല്ലെ. അതില് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? ഹൈപ്പോക്ലോറിക് സൊല്യൂഷൻസിൽ നമ്മൾ 1.0% ക്ലോറിനും 80% എന്തായിരിക്കും? എത്തനോളും ആണ് മിക്സ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഹൈപ്പോക്ലോറിക് സൊല്യൂഷനില് വിത്ത് കോൺസെൻട്രേഷൻ ഓഫ് 1.0% അവൈലബിൾ ക്ലോറിൻ. അതിൽ എന്താണ്? 1.0% ക്ലോറിനും ആയിരിക്കും, 80% എന്തായിരിക്കും? എത്തനോളും ആയിരിക്കും കേട്ടോ. അതാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ ലബോറട്ടറി സ്പില്ല് കളയാൻ വേണ്ടിയിട്ട് ഡിസിൻഫെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, യെസ്. ഇതിങ്ങനെ ഉപയോഗിച്ചതിന് ശേഷം, ഇത് റൺ ചെയ്ത് വെച്ചതിന് ശേഷം എന്താണ്? Leave 10 to 30 minutes after pouring. Leave 10 to 30 minutes after pouring disinfectant solution around the spill. Rub the nearby area using disinfectant solution. Okay. നമ്മൾ സൊല്യൂഷൻ ഉപയോഗിച്ചതിന് ശേഷം എന്താണ്? 10 to 30 minutes നമ്മൾ ഇത് എന്ത് ചെയ്യണം? 10 to 30 minutes എന്താ ചെയ്യേണ്ടത്? ആ ഒരു ഏരിയ ഒരു 10 മുതൽ 30 മിനിറ്റ്സ് അല്ലെ എന്ത് ചെയ്യണം? നമ്മള് സൊല്യൂഷൻ ഉപയോഗിച്ചതിന് ശേഷം അത് കഴുകിയതിന് ശേഷം എന്താണ്? ആ ഏരിയ പിന്നെന്താ ചെയ്യേണ്ടത്? പിന്നെന്താണ് ചെയ്യേണ്ടത്? Clean the spillage and disinfectant solution and shift all polluted material to an appropriate waste container. ഓക്കെ, 30 മിനിറ്റ്സിന് ശേഷം നമ്മൾ ബാക്കി എന്ത് ചെയ്യണം? ആ സ്പേസ് നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്യാൻ വിട്ടതിന് ശേഷം ക്ലീൻ ചെയ്തതിന് ശേഷം എന്താണ്? പ്രോപ്പർ ആയിട്ടുള്ള ഒരു വേസ്റ്റ് കണ്ടെയ്നർ ബാഗിലേക്ക് നമ്മൾ ആ മെറ്റീരിയൽസ് നീക്കം ചെയ്യും. ഇനി if the spillage is huge or include extremely infectious microorganism, cabinet may need to be decontaminated with formaldehyde gas by qualified staff before further use raised incident forms. എല്ലാം കൂടി ഒരുമിച്ച് എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി ഈ സ്പില്ല്, ലബോറട്ടറി സ്പില്ല് ഹ്യൂജ് ആണെങ്കിൽ, ഹ്യൂജ് മീൻസ് എന്താണ്? ഹ്യൂജ് എന്താണ്? ഒരുപാട് വലുതാണെങ്കിൽ എന്താണ്? അതിൽ എന്തുണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്? എക്സ്ട്രീംലി ഇൻഫെക്ഷ്യസ് മൈക്രോ ഓർഗാനിസം അല്ലെ. എന്തുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്? എക്സ്ട്രീംലി ഇൻഫെക്ഷ്യസ് മൈക്രോ ഓർഗാനിസം. സൂക്ഷ്മജീവികൾ കൂടുതലായിട്ട് അതിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ എന്താണ്? നമ്മൾ ആ ക്യാബിനറ്റ് എന്ത് ചെയ്യണം? അതായത് ആ ലബോറട്ടറി ഏരിയയിൽ ക്യാബിനറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം? അതുകൂടി ഡീകണ്ടാമിനേറ്റ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. എന്തുപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഡീകണ്ടാമിനേറ്റ് ചെയ്യേണ്ടത്? ഇവിടെ ഇത് ഹ്യൂജ് ആണെങ്കിൽ കേട്ടോ, ഹ്യൂജ് ആണെങ്കിൽ ഫോർമാൽഡിഹൈഡ് ഗ്യാസ് അല്ലെ. ഫോർമാൽഡിഹൈഡ് ഗ്യാസ് അത് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫിന് മാത്രമായിരിക്കും ഉപയോഗിക്കാൻ പറ്റുന്നത് കേട്ടോ. ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഉപയോഗിക്കുക. അതിനുശേഷം എന്താണ്? നമ്മൾ നോർമൽ പ്രൊസീജിയർ എന്ന പോലെ എന്താ? റേസ് ഇൻസിഡന്റ് ഫോംസുകൾ തയ്യാറാക്കുക ഇൻവെസ്റ്റിഗേഷൻ പർപ്പസസിന് വേണ്ടിയിട്ട്. ഓക്കെ, ഒന്നുകൂടി പറയാം കേട്ടോ. യെസ്, ഒന്നുകൂടി നോക്കിയേ. സ്പിൽ ലബോറട്ടറി ഏരിയയിൽ എങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്? PPE ധരിക്കുക, ലാബ് കോട്ട്, കെമിക്കൽ റെസിസ്റ്റന്റ് ഗ്ലൗസ്, സേഫ്റ്റി ഗ്ലാസസ് ആൻഡ് മാസ്ക് ഉപയോഗിക്കുക. പിന്നെ നോട്ടിഫൈ ഓൾ പേഴ്സൺസ് ആൻഡ് ഇമ്മീഡിയറ്റ് ഏരിയ. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ ആ സ്പില്ല് കവർ ചെയ്യണം. പ്രത്യേകിച്ച് ഒരു ഡിസിൻഫെക്ടന്റ് ഉപയോഗിച്ചുകൊണ്ട് അത് കവർ ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെക്കുക. എന്ത് സൊല്യൂഷൻ ആണ് ഇവിടെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്? ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷനിൽ 1% ക്ലോറിനും 80% എത്തനോളും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി അതിനുശേഷം ഒരു 10 to 30 മിനിറ്റ്സ് അതിനെ ലീവ് ചെയ്യുക. ഓക്കെ, ലീവ് ചെയ്തതിനു ശേഷം ആ ഏരിയ നല്ല രീതിയിൽ ഒന്ന് റബ്ബ് ചെയ്തതിനു ശേഷം എന്താണ്? മറ്റു മെറ്റീരിയൽസ് എല്ലാം തന്നെ നമ്മളൊരു വേസ്റ്റ് കണ്ടെയ്നർ ബാഗിലേക്ക് നീക്കം ചെയ്യുക. ഇനി ഒരു ഹ്യൂജ് ആയിട്ടുള്ള സ്പില്ലേജ് ആണെങ്കിൽ അതിൽ എന്തുണ്ടായിരിക്കും? എക്സ്ട്രീംലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന് അതിൽ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അത് നല്ല രീതിയിൽ നീക്കം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ക്യാബിനറ്റ് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ കൊണ്ട് ഫോർമാലിറ്റിക്കൽ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് അത് ഡീകണ്ടാമിനേറ്റ് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട്സുകൾ സമർപ്പിക്കുക.
ഓക്കെ, ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? സ്പിൽ ലബോറട്ടറി ഏരിയ നിങ്ങൾ അതൊന്ന് മാത്രം ഒന്ന് വായിച്ചു നോക്കിയേ. അത് മാത്രം ഒന്ന് വായിച്ചു നോക്കിയേ പെട്ടെന്ന്. ഓക്കെ ആണോ? നെക്സ്റ്റ് ടൈപ്പ് ഏതാണ്? അടുത്ത ടൈപ്പ് ഏതാ? ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. നെക്സ്റ്റ് ടൈപ്പ് നമ്മളിപ്പോ 6 സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് പഠിച്ചത്. നെക്സ്റ്റ് എന്താണ്? ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, ഇതിന്റെ സ്റ്റെപ്പുകൾ എങ്ങനെയൊക്കെ തന്നെയാണ്? അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലെ? സ്റ്റെപ്സ് ടു ബി ടേക്കൺ ഫോർ മാനേജിംഗ് ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ആണ്. എന്തൊക്കെയാണ് സ്റ്റെപ്പുകൾ? യൂസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ്. Personnel should use suitable PPE like gloves, goggles, respirators before going to the spill to prevent contact with the dangerous substances. Okay. അതായത് ഡേഞ്ചറസ് ആയിട്ട് സബ്സ്റ്റാൻസിൽ നമുക്ക് സമ്പർക്കം നേരിട്ട് കോണ്ടാക്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തായിരിക്കുന്നത് PPE വെയർ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ആ സ്പില്ല് കണ്ടെയ്ൻ ചെയ്യുക. അബ്സോർബന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടെയ്ൻ ചെയ്തതിനു ശേഷം അത് ലേബിൾ ചെയ്തിരിക്കുന്ന ഒരു ബയോഹസാർഡ് ബാഗിലേക്ക് നീക്കം ചെയ്യുക. പിന്നീട് ആ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം. ഓക്കെ, ഞാൻ പറയാതെ തന്നെ എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പഠിച്ചല്ലേ? പ്രൊസീജിയർ മനസ്സിലായാലോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന്? ഓക്കെ, യെസ്. അബ്സോർബന്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്പ്രെഡ് ആവാത്ത രീതിയിൽ അതിനെ ക്ലീൻ അപ്പ് ചെയ്യുക. ക്ലീൻ അപ്പ് ചെയ്ത മെറ്റീരിയൽസ് നമ്മൾ ഡിസ്പോസ് ചെയ്യുക. ഡിസ്പോസ് ചെയ്യുന്നത് എവിടെയായിരിക്കണം? Pharmaceutical should discard hazardous waste in labeled bags or containers. അപകടകരമായിട്ടുള്ള വസ്തുക്കൾ നീക്കം ചെയ്യുന്ന ബാഗിലേക്കായിരിക്കണം അത് നിക്ഷേപിക്കേണ്ടത്. എന്ത് റെഗുലേഷൻസ് പ്രകാരമാണ്? ലോക്കൽ, സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻസ് അനുസരിച്ചിട്ട് മാത്രമായിരിക്കണം വേസ്റ്റസുകൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. Then report the spills. Spills should be limited to the concerned person for documentation and investigation. Okay. അതുപോലെ അത് പ്രത്യേകിച്ച് ഒന്നും അണ്ടർലൈൻ ചെയ്യാനില്ല കേട്ടോ. ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. നമ്മൾ എത്ര സ്പില്ല് പഠിച്ചു? ഇപ്പൊ എത്ര സ്പില്ല് പഠിച്ചു? ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റില് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ്, ഷാർപ്പ് ഒബ്ജക്ട് സ്പില്ലേജ്, കെമിക്കൽ സ്പില്ലേജ്, റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ്, spill in laboratory area and pharmaceutical spillage waste. Okay, 7 ടൈപ്സ് ആണ് പഠിച്ചത് കേട്ടോ. 7ന്റെ പ്രൊസീജിയേഴ്സ് പറഞ്ഞു. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ. സൊല്യൂഷന്റെ പേരും ചില ബാഗുകളുടെ പേരും മാത്രം വ്യത്യാസം ഉണ്ടാവുള്ളൂ. അത് മാത്രം നോട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്? ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. അതായത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്റ്റാഫുകൾക്ക് കൊടുക്കേണ്ട എഡ്യൂക്കേഷനും ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. Some important aspects of training and education for spillage waste management in hospitals. ഓക്കെ, അപ്പൊ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്?
ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ഏത് തരം സ്പില്ലേജ് ആണെന്ന് നമ്മൾ തിരിച്ചറിയാൻ പറ്റണം അല്ലെ. യെസ്, പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി ഗിവൺ ടു ദ ഹെൽത്ത് വർക്കേഴ്സ് ടു ഐഡന്റിഫൈ വേരിയസ് ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആൻഡ് റിലേറ്റഡ് റിസ്ക് ആൻഡ് ഡേഞ്ചർ. എന്താ പറയുന്നത്? ഫസ്റ്റ് അത് നമുക്ക് പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ് കൊടുക്കുക. അത് ഏത് ടൈപ്പ് ഓഫ് സ്പില്ലേജ് ആണ്. നമ്മളിപ്പോ 7 ടൈപ്പ് പഠിച്ചില്ലേ? ആ 7 ടൈപ്പ് മാർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന തരത്തില് അതുമായി ബന്ധപ്പെട്ട് എന്താണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. ഓക്കെ, മാത്രമല്ല അതിൽ ഓരോ സ്പില്ലേജുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അതിൽ എന്തൊക്കെ തരത്തിലുള്ള റിസ്കുകൾ അതിൽ റിലേറ്റ് ചെയ്ത് വരുന്നുണ്ടെന്ന് കൂടെ ആ ഒരു സമയത്ത് നമ്മൾ അവർക്ക് പരിശീലിപ്പിച്ചു കൊടുക്കുന്നതായി. ഓക്കെ, യെസ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷന്റെ? ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് പ്രൊസീജിയർ. ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇതൊക്കെ വരുന്നത്. പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി ഗിവൺ ടു ദ ഹെൽത്ത് വർക്കേഴ്സ്. ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയർ ഫോർ ഈച്ച് ടൈപ്പ് ഓഫ് സ്പില്ലേജ്, കണ്ടെയ്ൻമെന്റ് ഓഫ് ദ സ്പിൽ ആൻഡ് പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്. എന്താണ് അടുത്തത്? ഡിസ്പോസ് ചെയ്യാന്നുള്ളതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക അല്ലെ. ഓരോ ടൈപ്പ് നമ്മളിപ്പോ 7 ടൈപ്പും പഠിച്ചത് 7ഉം പല രീതിയിലാണ് ഡിസ്പോസ് ചെയ്യുന്നത് അല്ലെ. അതിന്റെ മെത്തേഡ്സുകളും സൊല്യൂഷൻസ് ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട നമുക്ക് പരിശീലനങ്ങൾ കൊടുക്കുക. ഓക്കെ, പിന്നെ അതായത് പ്രോപ്പർ ആയിട്ട് ഏത് ബാഗിലേക്കാണ് കാർഡ് ചെയ്യേണ്ടത് എന്നുള്ള കംപ്ലീറ്റ് പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസ് പ്രൊസീജിയേഴ്സ് ആണ്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? റെസ്പോൺസ് പ്ലാൻ. റെസ്പോൺസ് പ്ലാൻ. Hospital must maintain a response plan in place for spillage incidents. Healthcare workers should be given training in the steps of the response plan that include who to contact, how to contain the spill, and how to clear and discard waste. ഇനി റെസ്പോൺസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റെസ്പോൺസ് പ്ലാൻ എന്ന് പറയുന്നത് ഓരോ സ്പില്ലേജ് ഏതോ ടൈപ്പ് ആണ് അല്ലെ, അതിനനുസരിച്ചിട്ട് അതിനെങ്ങനെ നമ്മൾ അതുമായിട്ട് റെസ്പോണ്ട് ചെയ്യണം, അതെങ്ങനെ കണ്ടെയ്ൻ ചെയ്യണം, ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് ഏത് ബാഗിലേക്കാണ് ഡിസ്കാർഡ് ചെയ്യേണ്ടത് എന്നുള്ളത് വേർതിരിച്ച് അവർക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അതിനുശേഷം എന്താണ്? കമ്മ്യൂണിക്കേഷൻ. അടുത്ത സ്റ്റെപ്പ് കമ്മ്യൂണിക്കേഷൻ. എന്താണ്? Communication is necessary for successful spillage-based management. Proper training should be given to the health workers to communicate effectively with each other and with other departments like environmental service to make sure that spillage waste is properly handled and discarded. ഇനി എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത്? ഒരു വിജയകരമായിട്ടുള്ള മാലിന്യ സംസ്കരണത്തിന് നിർബന്ധമായിട്ടും എന്ത് വേണം? നല്ല രീതിയിലുള്ള ഒരു ആശയവിനിമയം അത്യാവശ്യമാണ് അല്ലെ. ഓക്കെ, യെസ്. നമ്മൾ പല ഡിപ്പാർട്ട്മെന്റ്സുമായിട്ടാണ് ഇത് സമ്പർക്കം വരുന്നത് ചെയ്യുന്നത് അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന് പല പല സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, പല സർവീസുകൾ ഉണ്ട് അല്ലെ. അപ്പൊ അതായത് എൻവയോൺമെന്റൽ സർവീസസുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇവരൊക്കെ ആയിട്ട് നമ്മള് പ്രോപ്പർ ആയിട്ട് കോണ്ടാക്ട് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവരുമായിട്ട് നല്ല രീതിയിൽ ആശയവിനിമയം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വേസ്റ്റ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിക്കേഷൻ പർപ്പസുമായി ബന്ധപ്പെട്ട് എന്താണ്? ആ വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് ഹെൽത്ത് കെയർ സ്റ്റാഫിന് നമ്മൾ എന്ത് കൊടുക്കണം? പരിശീലനങ്ങൾ കൊടുക്കുക. ഓക്കെ, മനസ്സിലായോ കമ്മ്യൂണിക്കേഷൻ? അടുത്ത സ്റ്റെപ്പ് എന്താണ്? റെക്കോർഡ് കീപ്പിംഗ്. നമ്മൾ എല്ലാ ടൈപ്സിലും എന്താണ് റെക്കോർഡ് പഠിച്ചു അല്ലെ. അതെന്തിനു വേണ്ടിയിട്ടാണ് ഈ റെക്കോർഡുകൾ നമ്മൾ കീപ്പ് ചെയ്യുന്നത്? ഓരോ സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട് അതിനു വേണ്ടിയായിരിക്കും. Record keeping, enough training given to the health workers in record keeping procedures for spillage waste. This consists of documentation of the spill, the kind of waste, and the handling and disposal procedure used, and any follow-up actions taken. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യുന്നത്? പ്രോപ്പർ ആയിട്ട് അത് ഹാൻഡിൽ ചെയ്ത് അതിന്റെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് തന്നെയാണോ ഓരോ വേസ്റ്റസും, ഏത് ടൈപ്പാണ്, ഏത് തരം ഹാൻഡ്ലിംഗ് ഡിസ്പോസൽ പ്രൊസീജിയർ ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്,
മറ്റ് ഫോളോ അപ്പ് ആക്ഷൻസ് എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം. ഈ റെക്കോർഡ് ചെയ്യുന്നതിന് മറ്റുദ്ദേശം എന്താണ്? ഓരോ വേസ്റ്റുമായി ബന്ധപ്പെട്ട ഇതിന്റെ പേരിൽ നമുക്കൊരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായിരിക്കും അല്ലെ. അതായത് ഇൻവെസ്റ്റിഗേഷൻ എന്താണ്? യെസ്, ഫർദർ ആക്ഷൻസ് ആണ് അല്ലെ. ഇവിടെ പറയുന്നുണ്ട് ഇൻസ്പെക്ഷൻസ് ഉണ്ടാവും അല്ലെ. ഇൻസ്പെക്ഷൻ ഉണ്ടാവാറുണ്ട് ഓരോ ഹോസ്പിറ്റലിൽ അല്ലെ. അത് നമ്മൾ അടുത്ത ഭാഗത്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇൻസ്പെക്ഷൻസിൽ ഈ റെക്കോർഡ് ഫോംസുകളില് അതായത് കൃത്യമായിട്ടാണോ ഹോസ്പിറ്റലിൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ് ചെയ്തിട്ടുണ്ട് നമുക്ക് റെക്കോർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് റെക്കോർഡ്സുകൾ സൂക്ഷിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഓൺഗോയിങ് എഡ്യൂക്കേഷൻ. ഓൺഗോയിങ് എഡ്യൂക്കേഷൻ. Spillage waste management training should be continuous and modernized to reflect changes in procedure, regulations and best practice. എന്തായിരിക്കും ഓൺഗോയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്? ഓൺഗോയിങ് എഡ്യൂക്കേഷൻ എന്താണ്? ഓൺഗോയിങ് എഡ്യൂക്കേഷൻ ഇതിനു വേണ്ടി നമ്മൾ ഓൺഗോയിങ് എഡ്യൂക്കേഷൻസ് കൊടുക്കുന്നത് ഇവിടെ ഒരു പ്രാവശ്യം മാത്രം ഇവർക്ക് ഈ പ്രൊസീജിയേഴ്സിനെ പറ്റി ട്രെയിനിങ്സ് കൊടുത്താൽ മതിയോ? ഒരു പ്രാവശ്യം മാത്രം കൊടുത്താൽ മതിയോ? മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ തുടർച്ചയായിട്ട് എന്ത് കൊടുക്കണം? ഈ നടപടിക്രമങ്ങളെ കുറിച്ചിട്ടുള്ള എഡ്യൂക്കേഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് എടുക്കാം അല്ലെ. ഓക്കെ, മാത്രമല്ല എന്തുകൊണ്ടാണ് നമ്മൾ തുടർച്ചയായിട്ട് ഇത് കൊടുക്കണമെന്ന് പറയുന്നത്? കാരണം ഓരോ കാലഘട്ടം തോറും എന്താണ് ഇപ്പൊ ടെക്നോളജി വികസിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് അതിൽ ഓരോ പ്രൊസീജിയേഴ്സിൽ മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ പണ്ട് കൈകൊണ്ടാണ് വേസ്റ്റുകൾ ഹാൻഡിൽ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ എന്താണ് മോഡേണൈസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയിൽ പലതരത്തിലുള്ള ന്യൂ ട്രെൻഡ്സുകൾ വന്നിട്ടുണ്ട്. വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പുതിയ തരം ടെക്നോളജീസ് വന്നിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്താണ് അവർക്ക് നിരന്തരമായിട്ട് പ്രാക്ടീസുകൾ നമ്മൾ പുതിയതായിട്ട് കൊടുക്കേണ്ടി വരും. ആ ഒരു രീതിയിലാണ് അവിടെ എന്ത് പറയുന്നത്? ഓൺഗോയിങ് എഡ്യൂക്കേഷൻ. ആർക്ക് വേണ്ടിയിട്ടാണ്? ഹെൽത്ത് കെയർ സ്റ്റാഫ്സിനെ അല്ലെ. അപ്പൊ അതിൽ തന്നെ എന്താണ് പുതിയ എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവും, അതൊക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്നതുമായി ബന്ധപ്പെട്ടൊക്കെ അവർക്ക് പരിശീലനം കൊടുക്കണമെങ്കിൽ എന്താണ് ഈ ഒരു പ്രക്രിയ തുടർച്ചയായിട്ട് അങ്ങനെ കൊണ്ടുപോകണം. ഒരു ഫോളോ അപ്പ് പോലെ തന്നെ എന്താണ് എഡ്യൂക്കേഷൻസ് അവർക്ക് വേണ്ടി ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, യെസ്, അപ്ഡേറ്റ്സുകളാണ് അല്ലെ. Then effective training and education for spillage waste management will minimize the risk and hazard related with the spillage waste in hospitals and make sure that safety of healthcare workers, patients and environment. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഓരോ ട്രെയിനേഴ്സ് ഓരോ സ്റ്റാഫുകൾക്കും ഈ ഒരു ട്രെയിനിങ് പരിശീലനം കൊടുക്കുന്നത്? പ്രത്യേകിച്ച് നമ്മുടെ സ്പില്ലേജ് വേസ്റ്റസ് മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും വേണ്ടിയിട്ടും ഹോസ്പിറ്റലിനെയും പേഷ്യൻസിനെയും ഹെൽത്ത് കെയർ വർക്കേഴ്സിനെയും ചുറ്റുപാട് നമ്മുടെ പ്രകൃതിയും ഒരേപോലെ തന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ എഫക്റ്റീവ് ആയിട്ട് സ്റ്റാഫുകൾക്ക് ഇതേപോലുള്ള ട്രെയിനിങ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, യെസ്, നമ്മളിപ്പോ പഠിച്ച എന്താണ്? ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഈ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ആർക്കാണ് നമ്മൾ കൊടുക്കുന്നത്? ഹെൽത്ത് കെയർ വർക്കേഴ്സിന് അല്ലെ. ഓക്കെ, അപ്പൊ അതൊന്നുകൂടി പറയാനോ ടീച്ചർ? ഒന്ന് ബ്രീഫ് ചെയ്ത് പറയാം, ശ്രദ്ധിക്കാം കേട്ടോ. ഫസ്റ്റ് എന്താണ് കൊടുക്കുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് ഏത് തരം സ്പില്ലേജ് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം അല്ലെ. അത് ഏത് ടൈപ്പ് ആണ്, അതിന് എന്തൊക്കെ റിസ്ക് ഉണ്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റണം. സെക്കൻഡ് എന്താണ്? അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതിന്റെ ഹാൻഡിലിംഗ് ഡിസ്പോസൽ പ്രൊസീജിയർ എന്തൊക്കെയാണെന്നും അതിന്റെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് സെക്കൻഡ് സ്റ്റെപ്പിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങൾ കൊടുക്കുക. പിന്നെ ഒരു റെസ്പോൺസ് പ്ലാൻ, അതായത് ഏത് തരം വേസ്റ്റസ് ആണ്, അതിലെങ്ങനെയായിരിക്കും നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ കണ്ടെയ്ൻ ചെയ്യണം, എങ്ങനെ ആ വേസ്റ്റസുകൾ ഏതൊക്കെ സൊല്യൂഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നീക്കം ചെയ്യാം എന്നുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ആ ഒരു സമയത്ത് റെസ്പോൺസ് പ്ലാനിന്റെ സ്റ്റെപ്പിലാണ് നമ്മൾ പരിശീലനം കൊടുക്കുന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ അല്ലെ. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിന് വിജയകരമായിട്ടുള്ള സ്പില്ലേജ് വേസ്റ്റ് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ് അല്ലെ. പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ വർക്കേഴ്സും അതർ ഡിപ്പാർട്ട്മെന്റ്സും തമ്മിൽ എന്താണ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുക. അതിന്റെ റെക്കോർഡ്സ് എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്, അതിന്റെ പോളിസീസ് എങ്ങനെയാണ്, അത് ഏതൊക്കെ ടൈപ്സിൽ എങ്ങനെയൊക്കെ രേഖപ്പെടുത്തണം. അപ്പൊ ഈ റെക്കോർഡ് കീപ്പിംഗ് പറഞ്ഞപ്പോൾ നമ്മളൊരു കാര്യം വിട്ടുപോയി.
എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു റെക്കോർഡ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും? ഫസ്റ്റ് വൺ ഡേറ്റ് അല്ലെ, ഡേറ്റ്, ടൈം, ഏത് ടൈപ്പ് ഓഫ് സ്പില്ലേജ് ആണ്, ഏത് പ്രൊസീജിയർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഏത് സൊല്യൂഷൻസ് ആണ് ഡിസിൻഫെക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്, എത്ര രീതിയിൽ ഏതൊക്കെ അളവിലാണ് ചേർത്തിരിക്കുന്നത്, പിന്നെ ഏതൊക്കെ TP അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ച എല്ലാ പ്രൊസീജിയേഴ്സ്, നമ്മൾ പഠിച്ച സ്റ്റെപ്പുകളില്ല, ആ സ്റ്റെപ്സുകളെല്ലാം തന്നെ ആ റെക്കോർഡ്സിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ലാസ്റ്റ് അത് ഏത് പ്രൊസീജിയർ ഉപയോഗിച്ചിട്ടാണ് നീക്കം ചെയ്തത് എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതിലുണ്ടായിരിക്കും കേട്ടോ. അതാണ് റെക്കോർഡ്സിൽ ഉണ്ടായിരിക്കുക. യെസ്, അപ്പൊ റെക്കോർഡ്സ് എങ്ങനെ കീപ്പ് ചെയ്യണം എന്നതിനെ പറ്റിയും അവർക്കത് എങ്ങനെ എഴുതേണ്ടതെന്നുള്ള പറ്റി അതുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങൾ കൊടുക്കുന്നു. പിന്നെ ഓൺഗോയിങ് എഡ്യൂക്കേഷൻ, അതായത് ഈ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിൽ അപ്ഡേറ്റ്സുകളാണ് ശരിക്കും പറഞ്ഞ ഓൺഗോയിങ് എഡ്യൂക്കേഷൻസ് എന്ന് പറയുന്നത്. അതായത് പുതിയ ടെക്നോളജീസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വേസ്റ്റസ് മാനേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഓൺഗോയിങ് എഡ്യൂക്കേഷൻസ് അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ, യെസ്, നമ്മൾ എഫക്റ്റീവ് ആയിട്ട് ഇത്തരം ട്രെയിനിങ് കൊടുക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? സ്പില്ലേജ് വേസ്റ്റസിന്റെ അളവ് കുറയ്ക്കുകയും അതോടൊപ്പം തന്നെ എന്താണ് ഹോസ്പിറ്റലിലെയും പേഷ്യൻസിനെയും എൻവയോൺമെന്റിനെയും ഒരേപോലെ തന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, യെസ്, ക്ലിയർ ആണോ ഇവിടെ? യെസ്, ഓക്കെ. ടെർമിനോളജി എവിടെ വരെയായി? വേർഡ്സും അബ്രിവേഷൻസും ആണോ നടക്കുന്നത്? മെഡിക്കൽ ടെർമിനോളജി എവിടെ വരെയായി? അബ്രിവേഷൻസ്. റൂട്ട് വേർഡ്സ് എടുത്തോ? എടുത്തിട്ടില്ല. ആരെടുത്തില്ല? ഇല്ല. ഓക്കെ, അബ്രിവേഷൻസ് എത്രയായി? എവിടെ വരെ എടുത്തു? നമ്പർ എത്രയാ? ഓക്കെ, 156. ഓക്കെ, വെരി ഗുഡ്. പ്രിഫിക്സും സഫിക്സും ആണോ എളുപ്പം? അബ്രിവേഷൻസ് ആണോ എളുപ്പം? ഏതാ എളുപ്പം? ഏതാണ് പാട്? അബ്രിവേഷൻ ആണ് എളുപ്പം. എനിക്ക് അത് സിമ്പിൾ അല്ല, പ്രിഫിക്സും സഫിക്സും അല്ല എളുപ്പം പഠിക്കാൻ. മറ്റു അബ്രിവേഷൻസിൽ കുറെ കാര്യങ്ങൾ അതിന്റെ മീനിങ്സ് നമ്മൾ പഠിക്കാനുണ്ട് അല്ലേ, അറിഞ്ഞിരിക്കാനുണ്ട്. എക്സ്പാൻഡഡ് ഫോംസ് ആയതുകൊണ്ട് തന്നെ എക്സ്പാൻഷൻ അതിന്റെ പുറകെ ഓരോന്നും റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. പാടണമെന്നല്ല, എങ്കിലും നമുക്ക് അത് ഓരോന്നും വായിച്ചെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എല്ലാവർക്കും അല്ല കേട്ടോ, ചിലവർക്ക്. അബ്രിവേഷൻ കുറച്ച് ടഫാണ്. എല്ലാ അബ്രിവേഷൻസും അല്ല, കുറച്ച് അബ്രിവേഷൻസ് നമുക്ക് പരിചയമില്ലാത്തതുണ്ടാവും, അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചിലവർക്ക് അബ്രിവേഷൻ ഈസി ആയിരിക്കും, പ്രിഫിക്സും സഫിക്സും പാടായിരിക്കാം. പ്രിഫിക്സും സഫിക്സിൽ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത് മാത്രമേ ശ്രദ്ധിക്കേണ്ടുള്ളൂ. പ്രൊണൗൺസിയേഷൻ കറക്റ്റ് അല്ലെങ്കിൽ അത് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, കറക്ഷൻ ഉണ്ടല്ല, ആ പോയിന്റ് നിങ്ങൾ വിട്ടേക്കോ, അത് വേണ്ട. മെർക്കുറി സ്പില്ലേജ് വേസ്റ്റിലല്ലേ, അത് വേണ്ട കേട്ടോ. എന്താ പറയാന്? ഇപ്പൊ നമ്മള് ലാസ്റ്റ് പേജിൽ ഒരു കാര്യം പറഞ്ഞില്ലേ, പറ്റിയിട്ടില്ല കേട്ടോ. ഇനി ഇവിടെ ഒരു 3 ഭാഗങ്ങളുള്ളൂ. 1, 2, 3. നെക്സ്റ്റ് വരുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുന്നുള്ളൂ, എടുക്കുന്നില്ല. റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആൻഡ് കംപ്ലൈന്റ്സ് ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. നമ്മൾ ഓരോ സ്റ്റെപ്പ് പഠിച്ചപ്പോഴും റെഗുലേഷൻ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കുറച്ച് പാലിക്കണമെന്ന് പറഞ്ഞില്ലേ, അത് ആരുടെ ഏതൊക്കെ ഏജൻസിയുടെയാണ് നമ്മൾ ആ സ്പില്ലേജ് വേസ്റ്റ് മാനേജ് ചെയ്യുന്ന സമയത്ത് പാലിക്കേണ്ടത്? വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് എന്താണ് കുറച്ച് ചട്ടക്കൂടുകളുണ്ട്, അല്ലെങ്കിൽ ഫ്രെയിം വർക്ക്സ് എന്ന് പറയും നമ്മൾ അങ്ങനെ. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കുറെ ആക്ടുകളാണത്.
ഓക്കെ, ആക്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, പിന്നെന്താണ് റിസോഴ്സ് കൺസർവേഷൻ ആക്ട്, പിന്നെന്താണ് ഓക്യുപ്പേഷൻ സേഫ്റ്റി ആക്ട്, അങ്ങനെ ആക്ടുകൾ കേട്ടിട്ടില്ലേ നിങ്ങൾ? ഇതിന്റെ കീഴിൽ ഇവരുടെ നിർദ്ദേശങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വേസ്റ്റസ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നത് കേട്ടോ. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തന്നെ പാലിച്ചിട്ടായിരിക്കണം നമ്മളിത് ഡിസ്പോസ് ചെയ്യേണ്ടത്. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളതിന്റെ പേരുകളാണ്. ഇതിൽ കുറച്ച് പേരുകൾ പഠിക്കാനുണ്ട് കേട്ടോ, ഓരോന്നിന്റെ എക്സ്പാൻഷൻ പഠിക്കാനുണ്ട്. പിന്നെ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ് എന്തൊക്കെയാണ്, സർട്ടിഫിക്കേഷൻ പ്രൊസീജിയർ എന്തൊക്കെയാണ്, റെക്കോർഡ് കീപ്പ് ചെയ്യുമ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇൻസ്പെക്ഷൻ നടക്കുന്ന സമയത്ത് എന്തൊക്കെ പ്രൊസീജിയർ ഉണ്ടാവും, പിന്നെ ഈ കംപ്ലൈൻസുകൾ അല്ലെങ്കിൽ ഈ മാനേജ്മെന്റ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ എന്താണ് പിഴ അടക്കേണ്ടതായിട്ട് വരും, അതായത് പെനാലിറ്റീസ് അടക്കേണ്ടതായിട്ട് വരും. അത്തരം കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അബ്രിവേഷൻസ് റീസ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹാവ് എ നെക്സ്റ്റ് ഡേ. ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാറില്ലല്ലേ? പിന്നെ എക്സാമിന് തൊട്ട് മുന്നായിട്ട് എങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, പഠിച്ചു തുടങ്ങി എല്ലാവരും? റിവൈസ് ചെയ്ത് തുടങ്ങിയോ? പഠിച്ചു കേട്ടോ. ഓക്കെ, താങ്ക് യു. ശരി, ഓക്കെ.